ഇന്നെനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ സമയമാണ് എനിക്ക് ക്ലാസ്. 9 മണി തൊട്ട് 10 മണി വരെ 1 മണിക്കൂറത്തെ ക്ലാസ്സാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് സാധനം മേടിക്കാൻ കടയിൽ കയറി. അങ്ങനെ അതും മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരാൾ നല്ല ഉറക്കം. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. കാരണം എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. ഞാൻ എന്നും ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ കാപ്പിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാത്തതുകൊണ്ട് പുറത്തുനിന്നാണ് മേടിച്ചത്. അങ്ങനെ അത് വേഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അകത്തുനിന്ന് ഒരാളുടെ കരച്ചിൽ കേൾക്കുന്നത്. തേജു ഉണർന്നു. അങ്ങനെ വേഗം കുട്ടിയുടെ മാമൻ കുട്ടീനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കിന് ഇവിടെ അമ്മയ്ക്കിന്ന് സ്കൂളിലോട്ട് പോകണം. അങ്ങനെ അമ്മ വേഗം ടാറ്റ ബേബി പറഞ്ഞ് പോയി. അങ്ങനെ പിന്നെ നേരെ അകത്ത് വന്ന് തേജുട്ടനെ എടുത്ത് കുറച്ച് നേരം ഹാളിലൊക്കെ ഇരുന്നപ്പോഴത്തേന് അദ്വിക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്വിക ഇവിടെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേജുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. കുറച്ച് നേരം കളിപ്പിച്ചിരിക്കും, എന്നിട്ട് അങ്ങ് ആൾ പോകും. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോരുന്നു. തേജുവിനെ ഒന്ന് ഉറക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഉറങ്ങോ ഇല്ലയോ എന്ന് അങ്ങനെ ഉറക്കാൻ കൊണ്ടുവന്ന ആളാണ് ദേണ്ട ഈ കിടക്കുന്നത്. അങ്ങനെ ഉറങ്ങിയില്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഉറങ്ങത്തേ ഇല്ല. പകലുള്ള ഉറക്കം ഭയങ്കര കുറവാണ്. എന്നെ പിന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. പിച്ചു അള്ളും മാന്തും മുഖത്തെല്ലാം അള്ളിപ്പറിക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് കുട്ടിയുടെ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അകത്ത് അംഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെളിയിലോട്ട് വന്നു. അപ്പോൾ പിന്നെ അച്ചു ഞങ്ങളെ കണ്ടപ്പോഴത്തേന് തേജുവിനെ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വന്നു. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. മുറ്റത്തൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട് കാണാം. ഇവിടെ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ തൊട്ടടുത്തടുത്ത് നിറച്ച് വീടുകളാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ പിന്നാലെ അനന്ത് വന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവരോടൊക്കെ കാര്യം പറഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ഒരാൾ അകത്തുനിന്ന് വെളിയിൽ വന്ന് ഇവിടെ കിടക്കുകയാണ് ചെറിയുടെ ഇടയ്ക്ക്. പിന്നെ കുറച്ച് നേരം തേജുവിനെ കൊണ്ട് അവിടെയൊക്കെ നടന്ന് ചെറുതായിട്ട് മഴ പെയ്യാൻ പോകുന്ന പോലുണ്ട് ആകാശം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് നേരെ അകത്ത് പോരുന്നു. ഞങ്ങൾ അകത്ത് കയറിയതും മഴ പെയ്തതും ഒരുപോലായിരുന്നു. പെട്ടെന്നാണ് ഇപ്പം മഴ പെയ്യുന്നതും നിൽക്കുന്നതും ഒക്കെ. പിന്നെ തേജുവിനെ പിന്നെ ഡ്രസ്സ് മാറ്റിച്ച് ചെറുതായിട്ടൊന്ന് കവട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി വേറൊരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഉറക്കി നോക്കാമെന്ന്. കാരണം 12 മണിയായി. അങ്ങനെ പാല് കൊടുത്തിട്ട് ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം എടുത്തുകൊണ്ട് നടന്ന് ഉറക്കാൻ നോക്കി. പക്ഷെ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ ഇരുന്ന് ഉറക്കാൻ നോക്കി, അതും ഏൽക്കുന്നില്ല. ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഉറക്കാൻ നോക്കുമ്പോൾ വേണ്ട ഇങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഉറങ്ങാൻ നോക്കിയപ്പം എന്നോട് എന്തൊക്കെയോ തിരിച്ച് പറയുകയാണ്. അങ്ങനെ പിന്നെ അവിടെ കിടന്നൊരു കിലുക്കാൻ പെട്ടി എടുത്ത് കുറച്ച് നേരം കയ്യിൽ കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അത് കിലുക്കിക്കൊണ്ടൊക്കെ കുറച്ച് നേരം ഒന്ന് അത് എൻഗേജ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല കരച്ചിലായിരുന്നു, വാശിയായിരുന്നു. അങ്ങനെ പിന്നെ നേരെ അകത്ത് കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് നടന്നപ്പോൾ അങ്ങ് എങ്ങനെയൊക്കെ ഒന്ന് ഉറങ്ങി. ആ ഉറങ്ങിയ ഗ്യാപ്പിൽ വേണം എനിക്ക് ഇനി കിടന്നൊന്ന് കുറച്ച് നേരം ഒന്ന് അവൻ്റെ കൂടെ കിടക്കാൻ, അല്ലെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ. ബൈ.